ശ്രീ ആരിഫ് ഹുസൈൻ, ഈ പള്ളുരുത്തിയിലെ സ്കൂളിൽ നടന്ന സംഭവ വികാസങ്ങൾ തീർച്ചയായും അങ്ങയുടെ ശ്രദ്ധയിലെത്തിയിട്ടുണ്ടാകുമല്ലോ. അതായത് പല മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും ഉപേക്ഷിക്കുന്ന ഹിജാബ് വിവാദം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ കത്തിക്കേറുകയാണ്. ഒരു കുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിലേക്ക് എത്തുമെന്ന് ശാഠ്യം പിടിക്കുന്നു. സ്കൂൾ മാനേജ്മെൻറ്റ് അതിനെ സ്വാഭാവികമായിട്ടും എതിർക്കുന്നു. അതിനെ കുടപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ ആളിക്കത്തിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDP-യുടെയും ഒക്കെ ആളുകൾ എത്തുകയാണ്. ഒടുവിൽ ഈ സ്കൂളിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നിർത്തിവെക്കേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങ് എങ്ങനെയാണ് ഈ വളരെ ഗൗരവമുള്ള വിഷയത്തിൽ പ്രതികരിക്കുന്നത്, ശ്രീ ആരിഫ് ഹുസൈൻ? നമസ്കാരം. ഈ വിഷയം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇത് ഗൗരവം എന്ന് പറയുമ്പോൾ ഇത് ആർക്കാണ് ഗൗരവം ആവുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയം വരുന്നത്. ഞാനൊക്കെ ചോദിച്ചു പോകുന്ന അതാണ്. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ നിരന്തരം സംഭവിക്കുന്നു. പക്ഷെ ആരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. നേരെ മറിച്ച് ഈ ഒരു വിഷയത്തിന്റെ ഈ പ്രതിസ്ഥാനത്ത് ഇപ്പൊ നിർത്തിയിരിക്കുന്നത് SDP-I പോപ്പുലർ ഫ്രണ്ടിന് പകരം മറ്റേതെങ്കിലും ഒരു വശത്തുള്ള ആളുകളായിരുന്നു എന്നുണ്ടെങ്കിൽ, ആരാണെന്ന് ഞാൻ പറയുന്നില്ല, എന്തായിരിക്കും ഇവിടുത്തെ പുകിൽ നിന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ ഹിജാബ് അണിയിച്ചതിന്റെ പേരിലും അണിയിക്കണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിലും ഉണ്ടായിട്ടുള്ള പല വിഷയങ്ങളും ഇപ്പോഴും ആരും ചർച്ച ചെയ്യാതെ പോയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഉണ്ടായി പോയിട്ടുണ്ട്. പക്ഷെ അതിന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായത് കർണാടകയിലെ വിഷയത്തിൽ മാത്രമാണ്. ആ വിഷയത്തിലടക്കം നമ്മൾ പറഞ്ഞെന്താണ്, ഒരു യൂണിഫോം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് പാലിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. അത് മുസ്ലിങ്ങൾക്കും ബാധ്യതയുണ്ട്. അപ്പൊ അത് അവിടെ പറയുമ്പോൾ അതിനു വേണ്ടിയിട്ട് എതിരെ വാദിക്കുന്ന ആളുകൾ വന്നിട്ട് ഹിജാബ് ഇട്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യത്തിൽ വീണുപോവാണ് എല്ലാവരും. വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനത്തിലേക്ക് അതിനെ കൂട്ടിക്കെട്ടുമ്പോൾ എല്ലാവരും അതിനകത്ത് വീണു പോകുന്നു. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിജാബ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം, അതൊരു വസ്ത്രമല്ല, അതൊരു മതചിഹ്നമാണ്. അതൊരു വെറും തുണിക്കഷ്ണം മാത്രമാണ്. മതത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന അടിമയെയും ഉടമയെയും, അടിമ സ്ത്രീയെയും ഉടമ സ്ത്രീയെയും അല്ലെങ്കിൽ സ്വതന്ത്ര സ്ത്രീയെയും എങ്ങനെ വേർതിരിക്കാം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഇസ്ലാമികമായ ഒരു സാധനം മാത്രമാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത്. ഇതൊന്നും മനസ്സിലാക്കാത്ത ആളുകളാണ് ഇതെന്തോ വസ്ത്ര സ്വാതന്ത്ര്യം എന്നും പറഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, യൂണിഫോം ഉണ്ടെങ്കിൽ അത് പാലിക്കണം. അത് എല്ലാവർക്കും ബാധ്യതയുള്ള ഒരു കാര്യമാണ്. അത് മുസ്ലിങ്ങൾക്കും ബാധ്യതയാണ്. അവിടെ വന്നിട്ട് ഹിജാബ് ഇട്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആളുകൾ ഒറ്റ ചോദ്യം തിരിച്ചു ചോദിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് യൂണിഫോം അത് പാലിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കണം. അത് ചോദിച്ചിട്ട് അതിന് നിൽക്കാൻ പറ്റുന്ന ആളുകൾ അവിടെ പഠിച്ചാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ലോൺലെസ്നെസ്സിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരൊന്നെങ്കിൽ വീട്ടിലിരുന്ന് ഇസ്ലാം എന്താണോ പറയുന്നത് അത് ബാക്കി ചെയ്യുക. പുട്ടുണ്ടാക്കുക, ഉന്നക്കായ ഉണ്ടാക്കുക, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ അത് ചെയ്യുക. അപ്പൊ വിദ്യാഭ്യാസം പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. മതേതര സ്വഭാവം ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുമ്പോൾ അത് വേഷത്തിലും എല്ലാത്തിലും ബാധകമാണ് എന്നതാണ് അവിടെ വരുന്നത്. ശ്രീ ആരിഫ് ഹുസൈൻ, ഒപ്പം ഒരു ചോദ്യം കൂടി ഉള്ളത്, നമ്മുടെ ഈ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചാണ്. ഒരു ഭാഗത്ത് ഹലാൽ ഭക്ഷണം മാത്രമേ കഴിക്കൂ എന്ന നിലയിൽ ശാഠ്യം പിടിക്കുന്നു. സൂംബ ഡാൻസിനെ എതിർക്കുന്ന നിലയിലുള്ള വലിയ ക്യാമ്പയിനുകൾ നടക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളുകളിലേക്ക് കർണാടകയിലൊക്കെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഹിജാബ് ധരിച്ച് മാത്രമേ മുസ്ലിം കുട്ടികൾ എത്താവൂ എന്ന നിലയിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു. ഇത് എത്രത്തോളം അപകടകരമായ നിലയിലേക്കാണ് ഈ സാമൂഹിക അന്തരീക്ഷത്തെ കൊണ്ടെത്തിക്കുന്നത്? ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രമല്ല, നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇവിടെ എല്ലാ മതങ്ങളും ഒരുപോലെയാണ്, എല്ലാ മതത്തെ ഒരുപോലെ വിമർശിക്കണം എന്നൊക്കെ പറയുന്ന ചില ആളുകളോടൊക്കെ നമ്മൾ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാ മതവും ഒരുപോലെയാണോ എന്ന് ചോദിക്കും. അല്ല എന്നാണ് നമ്മൾ പറയാറ്. കാരണം ചില മതങ്ങൾക്ക് കൊമ്പും പല്ലും മുള്ളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു മതമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം. അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മതേതരമായിട്ട് നിൽക്കുന്ന ഇടങ്ങളിൽ മതകീയമായിട്ട് അതിനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിപ്പോ ഈ ഒരു സ്കൂളിൽ മാത്രമല്ലല്ലോ. ഇപ്പൊ നിർമ്മല കോളേജിൽ നിസ്കരിക്കുന്നതിന്റെ വിഷയം വന്നു. ആ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആവശ്യം വരുന്നത് തന്നെ. 10-70 വർഷം പഴക്കമുള്ള ഒരു കോളേജാണെന്നാണ് അറിയുന്നത്. അപ്പൊ അത്രയും നാളും അവിടെ പല വിശ്വാസികളായിട്ടുള്ള, പല മതത്തിൽപ്പെട്ടിട്ടുള്ള, മതമില്ലാത്തവരൊക്കെ അവിടെ ഉണ്ടായിട്ടും ആരും ചോദിക്കാത്തൊരു ചോദ്യം ആദ്യമായിട്ട് ചോദിച്ചത് ഇസ്ലാമിസ്റ്റുകളല്ലേ, അവരുടെ ഭാഗത്തു നിന്നല്ലേ വന്നത്. അപ്പൊ അത് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഒരു പുനർവിചിന്തനം വേണ്ട ഒരു മേഖലയാണ്. കാരണം ഈ എല്ലാ മേഖലയിലും ഈ വിശ്വാസവും ഈ മതത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ കുത്തിത്തിരികൊണ്ട് മതേതരമായിട്ട് നിൽക്കേണ്ട ഇടങ്ങളെ മുഴുവൻ ഇതുപോലെ മതകീയമായിട്ട് ചാർജ് ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങിയൊക്കെ അത് ബാക്കിയുള്ള മതങ്ങളെ കൊണ്ട് പോലും ആ മതം എടുപ്പിക്കാനുള്ള ഒരു അവസരമാക്കി അതിനെ മാറ്റിയിട്ട് എന്നിട്ടുണ്ടാകുന്ന ആ സംഘർഷത്തിൽ തങ്ങളുടെ രാഷ്ട്രീയമായ കാര്യങ്ങൾക്കുള്ള ഒരു മുതലെടുപ്പിനുള്ള ഒരു അവസരമാക്കിയിട്ട് അതിനെ മാറ്റുകയും ചെയ്യുക എന്ന ആ ഇസ്ലാമിക രാഷ്ട്രീയ കൾട്ട് കുതന്ത്രം എന്ന് പറയുന്നതാണ് ഇവിടെ വർക്കൗട്ട് ആവുന്നത്.
അതിലെല്ലാവരും വന്ന് തല വെച്ചു കൊടുക്കുകയാണ്, അതിൽ ട്രാപ്പിലാവുകയാണ് ചെയ്യുന്നത്. അതിൽ ആദ്യം വീണിരിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്. അതുകൊണ്ടാണ് ഈ ഇരവാദം അവർ പറയുമ്പോൾ അതിനകത്ത് ചെന്ന് വീണുകൊണ്ട് ഈ പറയുന്ന പരിപാടിക്ക് നിൽക്കുന്നത് പോലും. അപ്പൊ ഇതെല്ലാവരും തിരിച്ചറിയണം, ഇത് എല്ലാ പാർട്ടികൾക്കും ബാധകമാണ്. പല വിഷയങ്ങളിൽ ഇൻക്ലൂഡിങ് BJP അടക്കം ഇത്തരം ട്രാപ്പുകൾ വീണുപോയിട്ടുണ്ടെന്ന് ഞാൻ പറയും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്നു ഇത്തരം ട്രാപ്പുകൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാമിസ്റ്റ് ട്രാപ്പുകൾ, ഈ രാഷ്ട്രീയ കൾട്ട് ഒരു ഫാഷിസ്റ്റ് ട്രാപ്പാണ്, അത് മതേതര വിരുദ്ധമാണ്, അത് ജനാധിപത്യ വിരുദ്ധമാണ്.